കഴിഞ്ഞ ദിവസം നിരവധി ചിത്രങ്ങളുടെ അപ്ഡേറ്റുകൾ തന്ന് മലയാളികളെ ഒന്ന് അതിശയിപ്പിച്ചിട്ടുണ്ട് മോളിവുഡ് സിനിമകൾ. അതിൽ ഏറ്റവും ഗംഭീരമായ ഒരു അപ്ഡേറ്റ് എന്തെന്നാൽ വിനീത് ശ്രീനിവാസൻ ഒരുക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് തന്നെയായിരുന്നു. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിനീത് സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തിരുന്നു. വിനീതിന്റെ ആദ്യ സിനിമ മലബാർഡി ആർട്സ് ക്ലബിന്റെ 15ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പുതിയ സിനിമയെക്കുറിച്ചുള്ള അപ്ഡേറ്റ് വിനീത് നൽകിയതും. ത്രില്ലർ ജോണറിലാണ് സിനിമ ഒരുങ്ങുന്നതെന്നും വിനീത് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പോസ്റ്റിന് താഴെ വന്ന കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ചിരി പടർത്തിയതും. വിനീത് സിനിമയുടെ സ്ഥിരം ചെന്നൈ കണക്ഷനെ കുറിച്ചും കമന്റുകൾ ഉണ്ടായി എന്നതാണ് ആ ചിരിക്ക് കാരണമായത്. ചെന്നൈ അധോലോകമായിരിക്കും എന്ന കമന്റിന് പോളണ്ടിനെ പറ്റി ഒരക്ഷരം മിണ്ടരുത് എന്നായിരുന്നു വിനീതിന്റെ മറുപടി. ചെന്നൈ ഇല്ലെന്ന് വിശ്വസിച്ചോട്ടെ എന്ന കമന്റിന് ചെന്നൈ ഇല്ല ഉറപ്പിക്കാം എന്നായിരുന്നു വിനീതിന്റെ മറുപടി. നിരവധി ആരാധകരാണ് പുതിയ സിനിമയ്ക്ക് ആശംസകളുമായി എത്തിയതും. അതിനുശേഷം ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടൈറ്റിലും പുറത്തുവരികയായിരുന്നു. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ പുറത്തു വന്നത് കരം എന്നാണ്. വൈശാഖ് സുബ്രഹ്മണ്യൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ നോബിൾ തോമസ് ബാബുവാണ് നായകനായി എത്തുന്നത്. നോബിൾ തന്നെയാണ് ചിത്രത്തിന്റെ രചനയും നിർവഹിച്ചിരിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ ആദ്യമായി സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന ചിത്രത്തിന്റെ 15ാം വാർഷികത്തിലാണ് പുതിയ ചിത്രത്തിന്റെ പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. വിനീത് ശ്രീനിവാസന്റെ സ്ഥിരം പാറ്റേണിൽ നിന്നും അടിമുടി മാറിക്കൊണ്ടാണ് കരം എത്തുന്നത്. സെപ്റ്റംബർ 25-ന് ചിത്രം തിയേറ്ററിൽ റിലീസിനെത്തുകയാണ്. ആക്ഷൻ ത്രില്ലർ ജോണറിൽ ചിത്രം ഒരുങ്ങുന്നത്. ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന നോബിൾ പിന്നിലേക്ക് നോക്കി ചൂണ്ടുന്ന പോസ്റ്റർ കൂടി പുറത്തു വന്നതോടെ വിനീത് ശ്രീനിവാസൻ ഫാൻസ് എല്ലാം ആവേശത്തിലാണ്. നേരത്തെ തിരയിൽ മാത്രം വിനീത് ശ്രീനിവാസൻ പരീക്ഷിച്ചിട്ടുള്ള ഡാർക്ക് മോഡിലായിരിക്കും കരം എത്തുക എന്നാണ് കരുതുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഒടുവിൽ പുറത്തിറങ്ങിയ വിനീത് ശ്രീനിവാസൻ ചിത്രം. പ്രണവ് മോഹൻലാലും ധ്യാൻ ശ്രീനിവാസനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം തിയേറ്ററുകളിൽ വലിയ വിജയം നേടിയെങ്കിലും OTT റിലീസിന് പിന്നാലെ വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിരുന്നു. അതേസമയം തിയേറ്ററുകളിൽ വിജയം ആവർത്തിക്കാൻ കഴിയുന്ന വിനീത് ശ്രീനിവാസൻ മാജിക് കരത്തിലും കാണുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ. ഒപ്പം വിമർശനങ്ങൾക്കുള്ള മറുപടി കൂടിയാകും ഈ ചിത്രമെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് പ്രണവ് മോഹൻലാലും ഒക്കെ സോഷ്യൽ മീഡിയയിൽ എത്തിയത് കൗതുകം ജനിപ്പിച്ചു. കാരണം മെരിലാൻഡ് സിനിമാസിന്റെ ചിത്രമാണിത്. അവരുടെ പ്രൊഡക്ഷനിൽ ഒരു മോഹൻലാൽ ചിത്രവും പ്രണവ് മോഹൻലാൽ ചിത്രവും ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് നിൽക്കുമ്പോൾ ഇവരുടെ ഈ പങ്കുവെക്കലും വലിയ അതിശയത്തോടെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട്. ഒപ്പം നമ്മൾ കാണുന്നത് മോഹൻലാലിന്റെ വരാൻ പോകുന്ന ചിത്രത്തിലെ വിനീത് ശ്രീനിവാസന്റെ സാന്നിധ്യം കൂടിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ചർച്ച നടത്തിയിരുന്നു. പ്രിയദർശന്റെ 100ാം ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ച. പ്രിയദർശന്റെ 100ാം ചിത്രം മോഹൻലാലുമായി ചേർന്നാണ് എന്ന അനൗൺസ്മെന്റ് പ്രിയദർശൻ നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഈ 100ാം ചിത്രം ഏതായിരിക്കും എന്നതായിരുന്നു എല്ലാവരുടെയും ചോദ്യം. ഒരു ബോക്സിംഗ് ചിത്രത്തെക്കുറിച്ചുള്ള സൂചനകൾ നേരത്തെ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ആ ചിത്രം ആയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനെ ഒരുക്കണമെങ്കിൽ വലിയ മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിലേക്ക് മോഹൻലാൽ കടക്കുമോ എന്നറിയത്തില്ല. പക്ഷേ നേരത്തെ തന്നെ പറഞ്ഞു വെച്ച ഒരു ചിത്രത്തിന്റെ സൂചന അവിടെ കിടപ്പുണ്ട്. ആ കാര്യം പങ്കുവച്ചുകൊണ്ട് എത്തിയത് സാക്ഷാൽ ഗായകൻ MG ശ്രീകുമാർ ആയിരുന്നു. ഹരം എന്ന് പേരിട്ടിരുന്ന ചിത്രത്തെക്കുറിച്ചായിരുന്നു MG ശ്രീകുമാർ ആ പ്രഖ്യാപനം സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയത്. ഒരു സ്കെച്ച് പങ്കുവച്ചുകൊണ്ടായിരുന്നു നെക്സ്റ്റ് മൂവിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത്. ഹരം എന്നാണ് പേരുമെന്നും മോഹൻലാലിനും പ്രിയദർശനുമുള്ള MG ശ്രീകുമാറിന്റെ ചിത്രമായിരുന്നു അന്ന് പുറത്തു വന്നത്. ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴും പ്രിയദർശൻ അടുത്തതായി ഒരുക്കാൻ പോകുന്ന ഒരു ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ച പിന്നീട് വലിയ രീതിയിൽ കുഴിക്കുകയും ചെയ്തു. കാരണം പ്രിയദർശന് വേണ്ടി സ്ക്രിപ്റ്റ് ഒരുക്കാൻ പോകുന്നത് സാക്ഷാൽ വിനീത് ശ്രീനിവാസൻ ആയിരിക്കും എന്ന രീതിയിലായിരുന്നു ആ റിപ്പോർട്ട്. പ്രിയദർശന്റെ 100ാം ചിത്രം മോഹൻലാൽ പ്രിയദർശൻ ചിത്രം ഹരം എന്നാണെന്നും ആ ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് വിനീത് ശ്രീനിവാസൻ ആയിരിക്കും എന്നതായിരുന്നു. വിനീതിന്റെ സാന്നിധ്യം ഇങ്ങനെ ചില കാര്യങ്ങളിലേക്ക് പോവുകയാണ്. മോഹൻലാലും പ്രിയദർശനും വീണ്ടും ഒന്നിക്കുന്ന പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന 100ാമത്തെ ചിത്രത്തിന് ഹരം എന്നാണ് പേര്. വിനീത് ശ്രീനിവാസനാണ് രചന നിർവഹിക്കുന്നത്. ആദ്യമായാണ് മോഹൻലാൽ പ്രിയദർശൻ ചിത്രത്തിന് വിനീത് ശ്രീനിവാസൻ രചന നിർവഹിക്കുന്നത് എന്നതായിരുന്നു വാർത്ത. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പോറാണ് ചിത്രം നിർമ്മിക്കുക എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പൂച്ചക്കൊരു മൂക്കുത്തി എന്ന ചിത്രത്തിലൂടെയാണ് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ട് ആരംഭിക്കുന്നത്. പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രമാണ് പൂച്ചക്കൊരു മൂക്കുത്തി. പിന്നീട് ആ കൂട്ടുകെട്ടിൽ നിരവധി ഗംഭീര ചിത്രങ്ങൾ മലയാള സിനിമയിൽ പിറന്നു. എല്ലാ ചിത്രങ്ങളും ഒന്നിനൊന്ന് ഗംഭീരമായിരുന്നു. വലിയ വലിയ ഹിറ്റുകളും. മോളിവുഡ് കണ്ട ഏറ്റവും വലിയ ഹിറ്റുകളാണ് പ്രിയദർശൻ മോഹൻലാൽ കോംബോയിൽ പിറന്നത്. അങ്ങനെ അവർ ചെന്നെത്തി നിൽക്കുന്നത് പ്രിയദർശന്റെ 100ാമത്തെ ചിത്രത്തിലാണ്. 100ാം ചിത്രത്തിലും മോഹൻലാൽ തന്നെ നായകൻ. അതൊരു അപൂർവ സംഗമമാണ്. ഈ ഒരു 100ാം ചിത്രത്തിൽ പുതിയ തലമുറയിലെ സാന്നിധ്യങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അതിലേക്കാണ് വിനീത് ശ്രീനിവാസന്റെ സാന്നിധ്യവും പറഞ്ഞു വെച്ചത്. ഇതന്ന് വലിയ വാർത്തയായിരുന്നെങ്കിലും പിന്നീട് ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകളൊന്നും ഉണ്ടായില്ല. എന്തായാലും 100ാം ചിത്രം പ്രിയദർശൻ മോഹൻലാലിനൊപ്പം തന്നെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഇപ്പോഴും പറയുന്നുണ്ട്. ബാക്കി ചിത്രങ്ങളൊക്കെ ബോളിവുഡിൽ തന്നെ ഒരുക്കുകയാണ്.